ദുരിതാശ്വാസ ക്യാമ്പിലെ പരാധീനതകൾ തുറന്നു പറഞ്ഞ് കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ്. ക്യാമ്പുകളിൽ യാതൊരു സൗകര്യവുമില്ലെന്നും വീടുകളിൽ കഴിയാനും പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. ഗോപിയുടെ നിർദ്ദേശം. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നൽകിയ ഓഡിയോ സംഭാഷണം കൈരളി ന്യൂസിന് ലഭിച്ചു. വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ വീടുകളിൽ തന്നെ കഴിയുക. ക്യാമ്പിലോട്ട് വന്നാൽ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. എന്നാണ് തന്നെ രാവിലെ വെള്ളമില്ലാതെ കിടന്ന് ഭയങ്കര പരക്കം പാച്ചിലായിരുന്നു. അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുക. ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. കുമരകം പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മതിയായ സൗകര്യങ്ങളില്ലെന്നും ക്യാമ്പിലേക്ക് വരേണ്ടതില്ലെന്നും വീടുകളിൽ കഴിയുവാനുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാട്സാപ്പ് സന്ദേശം. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ ആളുകൾ ക്യാമ്പിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആളുകളുടെ എണ്ണം കൂടിയാൽ ക്യാമ്പുകൾ വിഭജിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം. അങ്ങനത്തെ ഒരു വിഷയം അവിടെ വെള്ളം കയറിയ സ്ഥലത്ത് വേറെ ക്യാമ്പിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ 150 പേര്, അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. 1500 പേരുടെ ക്യാമ്പ് പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 150 പേരിൽ ക്യാമ്പ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടുത്ത സ്ഥലത്തേക്ക് ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എത്ര രൂപ ചിലവായാലും ഒരു ഇതില്ലാന്ന്. ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നില്ലെന്നാണ് കുമരകം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. 2018 പ്രളയകാലത്ത് കുമരകം പഞ്ചായത്തിൽ മാത്രം 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. ഇന്ന് ആകെയുള്ളത് 3 ക്യാമ്പുകൾ മാത്രം. അവിടെ പോലും മതിയായ സൗകര്യമൊരുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.